കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിനെ പ്രഖ്യാപിച്ചത്. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് സഞ്ജുവിനെ ടീമിലെടുത്തത്. അവസാന നിമിഷം വരെ രാഹുലിനെ എടുക്കുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവസാനം സെലക്ടറായ അജിത് അഗാക്കർ സഞ്ജുവിനെയാണ് പരിഗണിച്ചത്. ഇപ്പോഴത്തെ പ്രസ് മീറ്റിൽ അജിത് അഗാക്കർ സഞ്ജുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. സഞ്ജുവിനെ എന്തുകൊണ്ട് ടീമിലെടുത്തു, സഞ്ജു ഏത് സ്ഥാനത്ത് കളിക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അഗാക്കർ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ സീനിയർ സെലക്ടർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അജിത് അഗാക്കർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജു മികച്ചൊരു പ്ലെയറാണ്. ഞങ്ങൾക്ക് വേണ്ടത് മിഡിൽ ഓർഡറിൽ കളിക്കുന്ന ഒരു താരത്തെയാണ്. രാഹുൽ ഓപ്പണിങ്ങിലാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് സഞ്ജുവിനെ പരിഗണിച്ചത്. സഞ്ജുവിനെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇറക്കാൻ സാധിക്കും. സഞ്ജു ഓപ്പണിങ്ങിൽ കളിക്കും. 1 ഡൗൺ ആയാലും 4 നമ്പറിലും 5 നമ്പറിലും സഞ്ജു കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന്റെ ഫിനിഷർ വരെ സഞ്ജു ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിനെ ഞങ്ങൾ എടുത്തത്. സഞ്ജുവിനെ ചിലപ്പോൾ ഞങ്ങൾ ഓപ്പണർ ആക്കിയേക്കും. അതുപോലെ ഫിനിഷറായിട്ടും സഞ്ജുവിനെ പരിഗണിക്കാൻ പദ്ധതിയുണ്ട്. ഓരോ മാച്ചിനനുസരിച്ചായിരിക്കും പ്ലേയിങ് 11 തീരുമാനിക്കുന്നത്. മികച്ച താരങ്ങളെ മാത്രമേ ടീമിൽ എടുത്തിട്ടുള്ളൂ. ഇപ്രാവശ്യം ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കുമെന്ന് അഗാക്കർ വ്യക്തമാക്കി. സഞ്ജുവിനെ എടുത്ത കാരണം അഗാക്കർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സഞ്ജുവിനെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിപ്പിക്കാൻ സാധിക്കും. എന്നാൽ രാഹുൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് സഞ്ജുവിനെ എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ സഞ്ജു ഓപ്പണിങ്ങിലോ 1 ഡൗണിൽ വരാനും സാധ്യതയുണ്ട്. സഞ്ജുവിനെ ഒരവസരം കിട്ടിയാൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. മെയിൻ കീപ്പറായിട്ട് ഋഷഭ് പന്ത് ആയിരിക്കും പ്ലേയിങ് 11 ഉണ്ടായിരിക്കുന്നത്. സഞ്ജുവിനെ സ്ഥാനം കിട്ടുമെന്നത് സംശയമാണ്. സഞ്ജുവിനെ അവസരം കിട്ടിയാൽ T20 വേൾഡ് കപ്പ് വെസ്റ്റ് ഇൻഡീസിലാണ്. അവിടുത്തെ പിച്ചിൽ മികച്ച രീതിയിൽ സഞ്ജു കളിച്ചിട്ടുണ്ട്. അതും സഞ്ജുവിനെ ടീമിലെടുക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.